നമ്മുടെ മലയാളം ഫിലിമിലെ ഏറ്റവും ഹൈപ്പുള്ള ഒരു പടം എന്ന് പറയുന്നത് അത് പാട്രിയോറ്റ് ആണ്. നമ്മുടെ മഹേഷ് നാരായണനാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് ഹൈപ്പ് ഉണ്ടാക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ഒരുമിക്കുന്നു എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിച്ച് ഒരു ഫിലിമിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിന് വേറെ കാരണമൊന്നും വേണ്ട ഇനി ഹൈപ്പ് ഉണ്ടാക്കാൻ. ഇവർ രണ്ട് പേരും ഒന്നിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അത് കത്തിക്കോളും, യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ ഇപ്പോൾ റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23/4/2026 ഈ ഒരു ഫിലിം റിലീസാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിലിമിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന സമയത്തും ടീസർ കണ്ട സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിന് അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 2020 ഫിലിമൊക്കെ ചെയ്ത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്താണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ബിഗ് ആയിരുന്നു. അത് ഒരുപാട് മുൻനിര നായകന്മാരെല്ലാവരും വന്ന് അഭിനയിക്കുന്നു എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആ ഒരു പടം വന്നിട്ടുണ്ടെങ്കിൽ. അന്നത്തെ ഒരു ഹൈ ബഡ്ജറ്റിലായിരുന്നു ആ പടം വന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു പാട്രിയോറ്റും ഈ അനൗൺസ്മെൻറ്റ് ടൈമിൽ വന്നിട്ട് ഒരുപാട് നടന്മാർ വരുന്നു. അതിൽ മമ്മൂട്ടി, മോഹൻലാൽ മെയിൻ കഥാപാത്രമായി വരുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു ഫിലിം സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്ത മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ടീസർ കണ്ട സമയത്തും വാവ് അടിപൊളി. അത് മമ്മൂട്ടി മോഹൻലാലൊക്കെ പണ്ടത്തെ ഒരു വിൻറ്റേജ് കാലഘട്ടത്തിലത്തെ ആ ഒരു വൈബ് എനിക്ക് കിട്ടി. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അത് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരു പണ്ടത്തെ ഒരു ഫിലിം. അത് മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു രാജാവിൻ്റെ മകൻ ആ ഒരു ഫിലിമിലൊക്കെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് എനിക്കൊരു ഫിലിമിൽ കിട്ടി. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു ഫിലിമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക വൈബ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ ഒരു ഫിലിമിൻ്റെ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഓരോ ഇത് വരുമ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.